മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറും യുദ്ധമല്ല, അതൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക നടപടിയാണ്. ട്രംപ് ഇതിനെ വിളിക്കുന്നത് ഇക്കണോമിക് ഡി-ഡേ എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് ചൈന ഇതിനെ പക്വതയില്ലാത്ത പെരുമാറ്റം, ചൈൽഡിഷ് ബിഹേവിയർ എന്ന് പരിഹസിക്കുന്നത്? ഈ ജിയോ പൊളിറ്റിക്കൽ ഗെയിം എന്താണ് എന്നൊന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇറാനെതിരെ യുദ്ധം കൊണ്ട് വേണ്ടത്ര റിസൾട്ട് കിട്ടില്ലെന്ന് തോന്നിയതോടെയാണ് അമേരിക്ക ഇപ്പോൾ ഇത്രയും അപകടകരമായ മറ്റൊരു തലത്തിലേക്ക് കടന്നത്: സാമ്പത്തിക യുദ്ധം. ഇറാനെ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ഏറ്റവും വലിയ പ്ലാനാണ് ട്രംപ് പുറത്തെടുത്തിരിക്കുന്നത്. ഇറാന് മാത്രമല്ല, ഇറാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഏത് രാജ്യമായാലും, അത് ചൈനയായാലും ശരി, അവർക്ക് കനത്ത സാമ്പത്തിക പിഴയും ഉപരോധവും നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അവരുടെ എണ്ണ വ്യാപാരം, കറൻസി കൈമാറ്റം, ഷിപ്പിംഗ് തുടങ്ങി സകല വഴികളും അടച്ചുപൂട്ടാനാണ് അമേരിക്കയുടെ നീക്കം. ഇത് ഇറാൻ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാനുള്ള ഒരു ഇക്കണോമിക് വാർഫെയർ ആണ്. മിലിറ്ററി രീതികൾ കൊണ്ട് മാത്രം ഇറാനെ കീഴടക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങളും ഇറാൻ തുടരുന്ന ആണവ പരീക്ഷണങ്ങളും ഇതിന് പ്രധാന കാരണങ്ങളാണ്. 2026 നടന്ന പല നയതന്ത്ര ചർച്ചകളും പരാജയപ്പെട്ടതോടെയാണ് ഇനി ചർച്ചകളില്ല, സാമ്പത്തികമായിട്ട് തകർക്കുക എന്ന നയത്തിലേക്ക് ട്രംപ് മാറിയത്. ഇവിടെയാണ് ചൈനയുടെ റോള് വരുന്നത്. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. 2025 കെപ്ലർ ഡേറ്റ പ്രകാരം ഇറാൻ കടൽ മാർഗം കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ 80% വാങ്ങുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ തീരുമാനത്തെ ചൈന ശക്തമായി എതിർക്കുന്നു. ഇത്തരം പ്രഷർ ടാക്ടിക്സ് കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. ഇത് പക്വതയില്ലാത്ത നീക്കമാണ് എന്നാണ് ചൈനീസ് മന്ത്രാലയം തുറന്നടിച്ചത്. അമേരിക്ക തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ തങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുകയാണ് എന്നും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും ചൈന കരുതുന്നു. അമേരിക്ക എന്തിനാണ് ഇപ്പോൾ സാങ്ഷൻസ് ഇത്ര ശക്തമാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് പിന്നിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ആണ് ഏറ്റവും വലിയ ഫാക്ടർ. ഹോർമുസ് സാധാരണ ഒരു കടൽപാതയല്ല. ഗ്ലോബലി നടക്കുന്ന ഓയിൽ ട്രേഡിന്റെ 1/5 വരെ ഈ ഒരു റൂട്ട് വഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. ഇറാൻ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിനു ശേഷം ഹോർമുസിലെ ഷിപ്പിംഗ് വളരെ കാര്യമായിട്ട് തടസ്സപ്പെട്ടു. വെടിനിർത്തൽ കരാറുകൾ ഉണ്ടായെങ്കിലും ഷിപ്പിംഗ് നോർമൽ ആക്കാൻ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ മിലിറ്ററി പ്രഷർ മാത്രം ഉപയോഗിച്ചാൽ മതിയാകില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നേവൽ പ്രഷർ ഒരു ഭാഗത്ത്, ഇക്കണോമിക് പ്രഷർ മറ്റൊരു ഭാഗത്ത്. ഇതാണ് പുതിയ സ്ട്രാറ്റജി. അമേരിക്കയുടെ ലോജിക്ക് സിമ്പിൾ ആണ്: ഇറാന്റെ ഓയിൽ റവന്യൂ കട്ട് ചെയ്യുക, അതുപോലെ ഇറാന്റെ ഫോറിൻ കറൻസി ഫ്ലോ തടയുക, ട്രേഡിംഗ് പാർട്ട്നേഴ്സിനെ ഭയപ്പെടുത്തുക, ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് ഞെരുക്കുക. അങ്ങനെ തെഹ്റാനെ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഇറാൻ പറയുന്നത് ഇത് ഇക്കണോമിക് ടെററിസം ആണ് എന്നാണ്. ഇറാനിയൻ ഫോറിൻ മിനിസ്ട്രി വ്യക്തമാക്കിയത് സാങ്ഷൻസ് കൊണ്ട് ഇറാന്റെ ഇൻഡിപെൻഡൻസ്, ഡിഗ്നിറ്റി, സുവേർണിറ്റി സംരക്ഷിക്കാനുള്ള ഡിറ്റർമിനേഷനിൽ ചെറിയൊരു മാറ്റം പോലും ഉണ്ടാകില്ല എന്നാണ്. അതിനാൽ തെഹ്റാൻ സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല. ഇവിടെയാണ് ഈ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ചോദ്യം വരുന്നത്: സാങ്ഷൻസ് ഇറാനെ ശരിക്കും തകർക്കുമോ എന്നുള്ളത്. ഇറാൻ ഏകദേശം 5 പതിറ്റാണ്ടായിട്ട് ഈ പറയുന്ന ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ്. 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് US-ഇറാൻ ഇക്കണോമിക് പ്രഷർ വലിയ രീതിയിൽ തുടങ്ങിയത്. ഇന്നും ഇറാന്റെ ബാങ്കിങ്, എനർജി, ഏവിയേഷൻ, ഫിനാൻസ്, ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ സെക്ടേഴ്സിൽ ആയിരക്കണക്കിന് സാങ്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും ഇറാൻ പൂർണ്ണമായി തകർന്നിട്ടില്ല. അതുകൊണ്ട് പുതിയ സാങ്ഷൻസ് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണെങ്കിലും അതുകൊണ്ട് മാത്രം തെഹ്റാൻ സറണ്ടർ ചെയ്യണമെന്ന് ഉറപ്പില്ല. ഇനി ഇന്ത്യയുടെ ആംഗിൾ കൂടി നമുക്ക് ശ്രദ്ധിക്കണം. ഇന്ത്യ ഇറാന്റെ ഒരു വലിയ ഓയിൽ ബയറാണ്, അതായത് വാങ്ങുന്ന രാജ്യമാണ്. സാങ്ഷൻസ് കാരണം ഇന്ത്യ ഇറാൻ ട്രേഡ് കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് പ്രകാരം 2025-26 ഇന്ത്യ ഇറാൻ ട്രേഡ് ഏകദേശം $1.63 ബില്യൺ ആയിട്ട് കുറഞ്ഞിരുന്നു. അതിൽ വലിയ പങ്കും ഹ്യൂമാനിറ്റേറിയൻ ഗുഡ്സ് ആയിരുന്നു. അതുകൊണ്ട് ചൈന നേരിടുന്ന അത്രയും ലെവൽ പ്രശ്നങ്ങൾ ഇന്ത്യക്കില്ല എന്നുള്ളതാണ് കാര്യം. എന്നിരുന്നാലും ഗ്ലോബൽ ഓയിൽ പ്രൈസസ് ഉയർന്നാൽ ഇന്ത്യക്ക് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഹോർമുസിലെ ഗതാഗത തടസ്സം നീണ്ടാൽ ഷിപ്പിംഗ് കോസ്റ്റ് ഉയരും, ക്രൂഡ് പ്രൈസ് ഉയരും, ഇൻഷുറൻസ് കോസ്റ്റ് കൂടും. അവസാനം അതിന്റെ ഇഫക്റ്റ് പെട്രോൾ, ഡീസൽ, പണപ്പെരുപ്പം, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നിവയിലേക്കും എത്താം. അതുകൊണ്ട് ഇറാനെതിരായ അമേരിക്കയുടെ സാങ്ഷൻസിന്റെ കഥ മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ ഇക്കണോമീസിനും ഇതിന്റെ ആ ഒരു ഇഫക്റ്റ് ഉണ്ടാകും. അമേരിക്കൻ മിഡ് ടേം ഇലക്ഷന് മുൻപ് ഇന്ധന വില വർധനവ് ട്രംപിന് തന്നെ വലിയ തലവേദനയാണ്. എന്നിട്ടും ഈ റിസ്ക് എടുക്കാൻ ട്രംപ് തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഇതൊക്കെ കൊണ്ട് ഇനി എല്ലാവരുടെയും കണ്ണ് തെഹ്റാനിലേക്കാൾ കൂടുതൽ ബെയ്ജിംഗിലേക്കാണ്. ട്രംപ് എത്ര കടുത്ത സാങ്ഷൻസ് പ്രഖ്യാപിക്കും എന്നതും അതുപോലെ ചൈന അതിനെ എങ്ങനെ പ്രതികരിക്കും എന്നതും അടുത്ത വലിയ ഡെവലപ്മെന്റ് ആണ്. ഇറാനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള അമേരിക്കയുടെ നീക്കം വിജയിച്ചാൽ മിഡിൽ ഈസ്റ്റിന്റെ ബാലൻസ് മാറാം. പക്ഷേ ചൈനയെ അതിലേക്ക് ഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ അതേ നീക്കം തന്നെ യുഎസിന് മറ്റൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ ഫ്രണ്ട് തുറക്കാനും സാധ്യതയുണ്ട്. ഈ എക്കണോമിക് ഡേ ഇറാനെ അടിയറവ് പറയിക്കുമോ, അതോ ചൈനയും മറ്റു രാജ്യങ്ങളും ചേർന്ന് അമേരിക്കയുടെ ഈ നീക്കത്തെ പ്രതിരോധിക്കുമോ? ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഒരു വലിയ വിട്ടുവീഴ്ച തന്നെ വേണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.